Hi all. Next, we are going to learn how to compute long-term capital gain. Computation of long-term capital gain. Long-term capital gain computed as follows. Just like the computation of short-term capital gain equation is same, but there is an indexation. അപ്പോൾ ഒരു ഇൻഡെക്സേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഫസ്റ്റ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ലെസ് indexed cost of acquisition, indexed cost of improvement, cost of transfer, then any exemptions under section 54, 54EC, then 54G, etc. That is, then we get long-term capital gain. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ സാധാ പോലെ തന്നെയാണ് ആദ്യം നമ്മൾ ഫുൾ വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് വാല്യൂ എഴുതുക. അതിൽ നിന്നും കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ശ്രദ്ധിക്കേണ്ടത് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടാവണം. ഇൻഡെക്സ് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ദെൻ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ബ്രോക്കറേജ് കമ്മീഷൻ പോലെയുള്ള കാര്യങ്ങൾ അതുണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുക. അതുപോലെ അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും എക്സംഷൻസ് ഉണ്ടെങ്കിൽ അതും ഡിഡക്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമുക്ക് ഈ ഇൻഡെക്സ് എന്ന് നോക്കാം. Cost inflation index. While computing long-term capital gains, the assessee will get the benefit of indexation. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനു മാത്രമേ ഇൻഡെക്സേഷൻ കിട്ടുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുകൾക്ക് എന്തില്ല? ഇൻഡെക്സേഷൻ ഇല്ല. അപ്പോൾ എന്തിനാണ് ഈ ബെനിഫിറ്റ്? It means making the cost of acquisition and cost of improvement in terms of present price level. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതായത് പർച്ചേസ് പ്രൈസ്, അതുപോലെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേണ്ട ചിലവ്, ഇതിനെ പ്രസൻറ്റ് പ്രൈസ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2001 ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ 2001 ചിലപ്പോൾ ഒരു സ്ഥലം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി, ഒരു ബിൽഡിംഗ്, അതൊരു 5 lakhന് മേടിച്ചതാണ്. ആ 5 lakhൻ്റെ ബിൽഡിങ്ങിന്, ആ സ്ഥലവും ബിൽഡിങ്ങിനും കൂടി 5 lakh ആയിരുന്നു. ഇപ്പോൾ ആ സ്ഥലവും ബിൽഡിങ്ങിനും കൂടി ഇപ്പോൾ ഏകദേശം ചിലപ്പോൾ ഒരു 15 lakh ആയിട്ടുണ്ടാവാം. അപ്പോൾ നമുക്കറിയാം പ്രൈസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് പ്രൈസ് ഈസ് ഓൾവേസ് ചേഞ്ചിങ് അല്ലേ. പ്രൈസിൻ്റെ വില ഇന്നലത്തെ ഒരു രൂപയല്ല ഇന്നത്തെ ഒരു രൂപ. അപ്പോൾ എപ്പോഴും പ്രൈസിൻ്റെ വാല്യൂ 2001 ഒരു രൂപയല്ല ഇന്നത്തെ ഒരു രൂപ. അപ്പോൾ പ്രൈസ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അനുസരിച്ചാണ് നമ്മുടെ രൂപയുടെ മൂല്യം കണക്കാക്കുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റ് പ്രൈസ് ലെവലിലേക്ക്, ഇത് മുമ്പ്, അതായത് ഇപ്പോൾ ഒരുപാട് വർഷം മുമ്പ് വാങ്ങിച്ചൊരു പ്രോപ്പർട്ടിക്ക് ഇന്നത് നോക്കുമ്പോൾ ആ പ്രൈസ് ആവണമെന്നില്ല. അപ്പോൾ അത് ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനാണ് പറയുന്നത്. അതായത് പണ്ട് ഒരു 1000 രൂപയ്ക്ക് വാങ്ങിച്ചത് ഇന്ന് ചിലപ്പോൾ ലക്ഷമായിരിക്കാം. അത് അങ്ങനെയാവുമ്പോൾ നമ്മൾ ആ അസസി ഒരുപാട് ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ പ്രൈസ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള മൂല്യം കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് ഈ ഇൻഡെക്സേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഗവൺമെൻറ് ഉപയോഗിക്കുന്നതാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അതിന് ഉപയോഗിക്കുന്ന ബേസ് ഇയർ, ഇതിന് ബേസ് ആയിട്ട് എടുക്കുന്നത് 2001, 2002 ആണ് ബേസ് ഇയർ. അതായത് അവിടെ 100 ആണ് ഇൻഫ്ലേഷനായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ അതിൽ നിന്നുമാണ് ബാക്കി ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ 2001 മുതൽ 2019-20 വരെയുള്ള ടേബിൾ നിങ്ങൾക്ക് ബുക്സിൽ അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുതിയതാണ് 2001, 2002, ദാറ്റ് ഈസ് ബേസ് 100. ദെൻ നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് ആയിട്ട് ഉള്ള ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, ദാറ്റ് ഈസ് 2019, 2020, ദാറ്റ് ഈസ് 289. ഈ രണ്ടും നന്നായിട്ട് പഠിച്ചു വെക്കണേ, 100, 289. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരില്ല, ബാക്കിയെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഈ 2001, 2002 100, അതുപോലെ അതിന് മുമ്പത്തെ വർഷങ്ങളാണെങ്കിലും 100 ആണ് എടുക്കേണ്ടത്. 2019-20 289. ഇനി നമുക്ക് ഇക്വേഷൻ നോക്കാം. എങ്ങനെയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കുന്നത്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണാൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസ് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, അതായത് ഓരോ വർഷത്തെ ഇൻഡെക്സ് തന്നിട്ടുണ്ടല്ലോ, ആ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഇൻ വിച്ച് അസറ്റ് സോൾഡ്, അസറ്റ് വിൽക്കുന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഇൻ വിച്ച് അസറ്റ് പർച്ചേസ്ഡ്, അസറ്റ് വാങ്ങിക്കുന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പർച്ചേസ് പ്രൈസ് ചെയ്ത് വാങ്ങിച്ച വില ഇൻറ്റു സെയിൽ ചെയ്യുന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ പർച്ചേസ് ചെയ്ത വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കാണാൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എത്ര രൂപയാണ് ഇംപ്രൂവ്മെൻറ്റിന് ചിലവായത് ഇൻറ്റു
കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഇൻ വിച്ച് അസറ്റ് സോൾഡ്, അസറ്റ് സെയിൽ ചെയ്യുന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഇൻ വിച്ച് ഇംപ്രൂവ്മെന്റ് ടേക്ക് പ്ലേസ്, ഏത് വർഷമാണ് ഇംപ്രൂവ്മെന്റ് നടത്തിയത്. ഇപ്പോൾ ഒരു വീടാണെങ്കിൽ അതിൻ്റെ ഒരു അഡീഷണൽ റൂം ഉണ്ടാക്കി, അപ്പം ഇംപ്രൂവ്മെന്റ് നടന്ന വർഷം അതേതാണ്, അതാണ് എടുക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എടുക്കേണ്ടത്. അപ്പോൾ ചില പോയിന്റ്സും കൂടി ഒന്ന് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. വേർ ദ അസറ്റ് ഈസ് എക്വയർഡ് ബൈ ദ അസസി ബിഫോർ 1/4/2001, അതായത് 1st April 2001, is cost of acquisition is equal to the cost of asset or is fair market value on 1st April 2001, whichever is higher. അതായത് അസറ്റ് വാങ്ങിക്കുന്നത്, ആ അസറ്റ് അസസി വാങ്ങിച്ചത് 1st April 2001 മുമ്പാണെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് അസറ്റ് ഓർ ഈസ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001. അതായത് 2001 1st April അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്തായിരുന്നു, അല്ലെങ്കിൽ ആ അസറ്റിൻ്റെ വില, വിച്ച് എവർ ഈസ് ഹയർ, ഇതിൽ ഏതാണ് ഹയർ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒന്നുകിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കേണ്ടത് ഒന്നുകിൽ ആ അസറ്റിൻ്റെ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ ആ സമയത്ത് ആ വസ്തുവിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 2001 മാർക്കറ്റ് വാല്യൂ എത്രയാണ്, ഇതിൽ ഏതാണോ ഹയസ്റ്റ് അതാണ് എടുക്കേണ്ടത്. മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ഇൻ കേസ് ഓഫ് പ്രോപ്പർട്ടി ഈസ് റിസീവ്ഡ് ഇൻ ദ വിൽ, അതായത് വിൽപത്രപ്രകാരം കിട്ടിയ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഹാസ് ടു ബി ടേക്കൺ ഫോർ ദി ഇയർ ഇൻ വിച്ച് പ്രോപ്പർട്ടി ഈസ് റിസീവ്ഡ്. ആ പ്രോപ്പർട്ടി റിസീവ് ചെയ്യുന്ന വർഷമാണ് എന്തായിട്ട് എടുക്കേണ്ടത്, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുക്കേണ്ടത്, ആ വർഷത്തെയാണ്. ആക്ച്വൽ പർച്ചേസ് ഇയർ ഓഫ് ദി പ്രോപ്പർട്ടി ഹാസ് ടു ബി ഇഗ്നോർഡ്, അതായത് ഏത് വർഷമാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ പിതാവിൽ നിന്ന് കിട്ടിയതാണ്, പിതാവ് വാങ്ങിച്ച വർഷം നോക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ പാരൻസ് ഒന്ന് വാങ്ങിച്ച വർഷം നോക്കേണ്ട, അപ്പോൾ പർച്ചേസ് ഇയർ നോക്കേണ്ട ആവശ്യമില്ല. വിൽ പ്രകാരം എന്നാണോ പ്രോപ്പർട്ടി അസസിയുടെ കയ്യിൽ കിട്ടുന്നത് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത്. മറ്റൊരു കാര്യം, ഇഗ്നോർ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻക്വേർഡ് ബിഫോർ 1/4/2001. ഇംപ്രൂവ്മെന്റിന്റെ കേസിലാണെങ്കിൽ 2001 April 1 മുമ്പുള്ള ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അത് ഇഗ്നോർ ചെയ്യണം, അത് എടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, ഇൻഡെക്സ് ബെനിഫിറ്റ് ഈസ് നോട്ട് അലൗഡ് ഇൻ കേസ് ഓഫ് ബോണ്ട്സ് ഓർ ഡിബഞ്ചേഴ്സ് എക്സെപ്റ്റ് ക്യാപിറ്റൽ ഇൻഡെക്സേഷൻ ബോണ്ട്സ് ഓർ സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ RBI. സാധാരണയായിട്ട് ബോണ്ടുകൾ, ഡിബഞ്ചേഴ്സ് ഇതിന് എന്ത് കിട്ടില്ല, ഇൻഡെക്സേഷൻ ലഭിക്കില്ല. എക്സെപ്റ്റ് ഏതിന് മാത്രമേ ഇൻഡെക്സേഷൻ കിട്ടും, ക്യാപിറ്റൽ ഇൻഡെക്സേഷൻ ബോണ്ട് ഓർ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂഡ് ബൈ RBI. അപ്പോൾ RBI ഇഷ്യൂ ചെയ്യുന്ന ഈ 2 ബോണ്ടിനൊഴികെ വേറൊരൊറ്റ ബോണ്ടിനും ഡിബഞ്ചേഴ്സിനും എന്ത് അവൈലബിൾ അല്ല, ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ശ്രദ്ധിക്കുക. അപ്പോൾ അക്വിസിഷൻ്റെ കാര്യത്തിൽ ഈ 2001 മുമ്പുള്ളത് കാര്യം ശ്രദ്ധിക്കുക. ഇംപ്രൂവ്മെൻറ്റിന് അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ വിൽ പ്രകാരം കിട്ടുവാണെങ്കിൽ ആ പ്രോപ്പർട്ടി എന്നാണ് വിൽപ്രകാരം കിട്ടുന്നത് ആ വർഷമാണ് CIA എടുക്കേണ്ടത്, അല്ലാതെ പർച്ചേസ് ചെയ്ത വർഷമല്ല നോക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ ബാബു bought a house property in May 2009 for 5 lakh. 5 lakhന് വാങ്ങിച്ചു ആൻഡ് സോൾഡ് ഇറ്റ് May 2019 for 15 lakh. അപ്പോൾ അത് സെയിൽ ചെയ്തത് 15 lakhന് 2019. ഹി പെയ്ഡ് ബ്രോക്കറേജ് 50,000. കമ്പ്യൂട്ട് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഓഫ് മിസ്റ്റർ ബാബു ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 2009 പർച്ചേസ് ചെയ്തു, 2019 അത് സെയിൽ ചെയ്തു. അപ്പോൾ എത്ര വർഷം കയ്യിൽ വെച്ചു, മോർ ദാൻ 3 year, അതായത് 36 month എബോവ് വെച്ചു. അതുകൊണ്ട് ഇത് എന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഇൻഡെക്സേഷൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, ദാറ്റ് ഈസ് സെയിൽസ് വാല്യൂ 15 lakh. ദെൻ ബ്രോക്കറേജ്, അത് പിന്നെ ഡിഡക്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇൻഡെക്സ് അക്വിസിഷൻ കുറച്ചതിന് ശേഷം അതിൽ എങ്ങനെയാലും കുഴപ്പമില്ല. ഇതിൽ ഫസ്റ്റ് ട്രാൻസ്ഫർ, ബ്രോക്കറേജ് കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ, അത് ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, 50,000. ദെൻ അപ്പോൾ നമുക്ക് സെയിൽസ് കൺസിഡറേഷൻ കിട്ടും. ദെൻ നമുക്കതിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതുപോലെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതും കുറയ്ക്കണം. ഇവിടെ ഇംപ്രൂവ്മെന്റ് ഇല്ല. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണ് അത് കാണാം, പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തത്, പർച്ചേസ് വാല്യൂ 5 lakh ഇൻറ്റു ദെൻ സെയിൽ ചെയ്യുന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. സെയിൽ ചെയ്യുന്ന വർഷം എന്ന് പറഞ്ഞാൽ 2020-21 ആണ്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ, ദാറ്റ് ഈസ് 289 ഡിവൈഡഡ് ബൈ
പർച്ചേസ് ചെയ്ത 2009, ആ വർഷത്തെ ഇൻഡെക്സ് 148. ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ ഇൻഡെക്സ്, അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട. ഇപ്പം ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 148 ആണ് 2018-19 CII. അപ്പോൾ 5 lakh ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 148, അത് ലെസ് ചെയ്യുക. ദെൻ നമുക്ക് എന്ത് കിട്ടും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അപ്പോൾ ആദ്യം സെയിൽസ് വാല്യൂന്ന് കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ, അതുപോലെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യുക. മറ്റൊരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ മോഹൻദാസ് ഹാഡ് അക്വയർഡ് എ ഹൗസ് പ്രോപ്പർട്ടി ഓൺ 15th July 2005 അറ്റ് എ കോസ്റ്റ് ഓഫ് 1,75,000. അപ്പോൾ പർച്ചേസ് വാല്യൂ 1,75,000. Then January 2019 he sold for 18,62,000 and paid brokerage 18,000. Compute capital gain. Same. First, ഹൗസ് പ്രോപ്പർട്ടി പ്രൈസ് സെയിൽ ചെയ്തത് 18,62,000. അതിൽ നിന്നും ബ്രോക്കറേജ് ലെസ് ചെയ്യുക. ദെൻ 18,44,000. ഇനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ദാറ്റ് ഈസ് പർച്ചേസ് പ്രൈസ് ഇൻറ്റു സെയിൽ ചെയ്ത വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. സെയിൽ ചെയ്ത വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 2019, ദാറ്റ് ഈസ് 280 ഡിവൈഡഡ് ബൈ പർച്ചേസ് ചെയ്ത വർഷത്തെ ഇൻഡെക്സ്. പർച്ചേസ് ചെയ്ത വർഷം എന്ന് പറഞ്ഞാൽ 2005 ആണ്. അതിൽ ഇൻഡെക്സ് തന്നിട്ടുണ്ട് 117. അപ്പോൾ 117. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടും. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ദാറ്റ് ഈസ് 14,25,197. One more question. Sri Kamal acquired a plot of land on 14th November 1999 at a cost of 50,000. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. വാങ്ങിച്ചിട്ടുള്ളത് 2001 മുമ്പാണ്. അപ്പോൾ അക്വിസിഷൻ 2001 മുമ്പാണെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്നുകിൽ വാങ്ങിച്ച പ്രൈസ്, കോസ്റ്റ് ഓഫ് പർച്ചേസ്, അല്ലെങ്കിൽ ആ 2001 എന്താണ് ഫെയർ മാർക്കറ്റ് വാല്യൂ, വിച്ച് എവർ ഈസ് ഹയർ, അതാണ് എടുക്കേണ്ടത്. ആ സമയത്ത് ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. 1st April 2001 വാസ് 80,000. അപ്പോൾ 80,000 ആണോ 50,000 ആണോ ഹയസ്റ്റ്, അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കേണ്ടത്. ആൻഡ് ഹീ സോൾഡ് ദ ലാൻഡ് ഇൻ April 2018 for 9,85,000. ദാറ്റ് ഈസ് സെയിൽസ് വാല്യൂ. കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ദ എക്സ്പെൻസസ് പെയ്ഡ് ഓൺ സെയിൽ, ദാറ്റ് ഈസ് 13,000. സോ നെറ്റ് കൺസിഡറേഷൻ 9,85,000. നെറ്റ് കൺസിഡറേഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ നേരത്തെ പോലെ തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ദെൻ 9,85,000 സെയിൽസ് വാല്യൂ. അതിൽ നിന്നും ബ്രോക്കർ ഫീസ് അല്ലെങ്കിൽ സെയിൽസ് എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം നെറ്റ് കൺസിഡറേഷൻ, നെറ്റ് സെയിൽസ് വാല്യൂ 9,72,000 ആണ് അസസിക്ക് കയ്യിൽ കിട്ടുന്നത്. അതിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ചെയ്യണമെങ്കിൽ ആദ്യം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണ് കാണേണ്ടത്? ഇതിൽ ഹയസ്റ്റ് അതാണ് എടുക്കേണ്ടത്. ആ പ്രോപ്പർട്ടിയുടെ വില, വാങ്ങിച്ച സമയത്തെ വില, അല്ലെങ്കിൽ ആ സമയത്തെ മാർക്കറ്റ് വാല്യൂ, 2001 മാർക്കറ്റ് വാല്യൂ, ദാറ്റ് ഈസ് 80,000 ആണ് ഹയസ്റ്റ്, അതെടുക്കുക. ഇൻറ്റു സെയിൽ ചെയ്യുന്ന വർഷത്തെ CII, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. സെയിൽ ചെയ്യുന്ന വർഷത്തെ CII എന്ന് പറഞ്ഞാൽ 2018-19 ആണ്, ദാറ്റ് ഈസ് 280 ആണ്. അതുപോലെ പർച്ചേസ് ചെയ്ത വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. 2001 മുമ്പ് ഏത് വർഷം വാങ്ങിച്ചാലും ഏതാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആയി എടുക്കേണ്ടത്? ബേസ് ഇയർലി ഇൻഡെക്സ് ആണ്, ദാറ്റ് ഈസ് 100. അപ്പോൾ നമുക്ക് 2,24,000 കിട്ടും. ദെൻ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ദാറ്റ് ഈസ് 7,48,000. അപ്പോൾ ഇങ്ങനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡെക്സേഷൻ എങ്ങനെയാണെന്നൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെല്ലാം നോട്ടിലേക്ക് എഴുതുക. Okay, thank you.